അപ്പോൾ ഇന്ന് ഫുള്ള് ഇനി ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എഫ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ dp/dt ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ടോർക്ക് നെറ്റ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും dL/dt എന്ന് പറയും. അപ്പോൾ ടോർക്ക് നെറ്റ് ഈ 0 ആണെങ്കിൽ അഥവാ ടോർക്ക് നെറ്റ് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റും 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എവിടെയാണ് ടോർക്ക് 0 ആവുന്നത്, അല്ല എവിടെയാണ് നമുക്ക് മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ പറ്റാൻ, എവിടെയാണോ ഏത് പോയിന്റാണ് നമ്മുടെ ടോർക്ക് 0 ആവുന്നത് ആ പോയിന്റിൽ നമുക്ക് ആ പോയിന്റിന് അബൌട്ടായിട്ട് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സ്റ്റോറി. ഓക്കെ, ഫോർ എക്സാമ്പിളാണ് ഇവിടെ ഒരു ചോദ്യം എന്താണ്, ഇവിടെ ഇങ്ങനൊരു റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റോഡ് അപ്പോൾ ഡ്രോപ്പ് ചെയ്യാണ്, ഇനീഷ്യൽ റെസ്റ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും പോയിന്റിൽ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റുമോ, ആംഗുലർ മൊമെൻറ്റ് കൺസർവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആംഗുലർ മൊമെൻറ്റ് കൺസർവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ടായിട്ട് ടോർക്ക് 0 ആവണം. അപ്പോൾ ഏതെങ്കിലും പോയിന്റിന് അബൌട്ടായിട്ട് ടോർക്ക് 0 ആവുന്നുണ്ടോ? ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റായിട്ട് അബൌട്ട് ടോർക്ക് 0 ആവുന്നുണ്ട്, mg. ഓക്കെ, mg ക്രിയേറ്റ് ചെയ്യുന്ന ടോർക്ക് 0 ബിക്കോസ് mgയും ഈ പറഞ്ഞ എ പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല 0. ഓക്കെ, r×f. പക്ഷേ ഇവിടെ ny ഉണ്ട്, അപ്പോൾ അവിടെ എന്താണ് ഈ പറഞ്ഞ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ട് ടോർക്ക് 0 അല്ല, ബിക്കോസ് ny ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോർക്ക് ഉണ്ട്, ny എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ഫോഴ്സ്. അതേപോലെ എന്താണ് O എന്ന് പറഞ്ഞ പോയിന്റിൽ അബൌട്ടാണ് mg ഉണ്ടാക്കുന്ന ടോർക്ക് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഈ പറഞ്ഞ റോഡിൻ്റെ മുകളിൽ എല്ലാ പോയിന്റിൻ്റെ മുകളിലും എന്തെങ്കിലും ഒരു ടോർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ടോർക്ക് 0 അല്ല എല്ലാ പോയിന്റിലും. അതുകൊണ്ട് ഒരു പോയിന്റിൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഈ കേസിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവും, കുറച്ച് കഴിഞ്ഞാൽ എന്താവും ഈ പറഞ്ഞ റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിന് ഒമേഗ കിട്ടും. നേരത്തെ ഇനീഷ്യൽ റെസ്റ്റ് 0 ആണെങ്കിൽ ഇപ്പം ഒരു ഒമേഗ ഒക്കെ കിട്ടാൻ തുടങ്ങും. അങ്ങനെ ഒരു ഒമേഗ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എന്താണ് മൊമെൻറ്റത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ L=I ആണ്. സോ എന്തായാലും അവിടെ ആംഗുലർ മൊമെൻറ്റ് മാറുന്നുണ്ട്. അതുകൊണ്ട് ആംഗുലർ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ട് ഓൾറെഡി. എന്നാലും പിന്നെ നമുക്ക് ടോർക്ക് 0 ആവുന്ന കേസ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലില്ല അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. എന്താണ് ഒരു പോയിന്റ് മാസ് m, ആദ്യം ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എടുക്കുന്നുണ്ട് ഒമേഗ ആംഗുലർ വെലോസിറ്റി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കിൻ്റെ മുകളിൽ നമ്മൾ മെല്ലെ ഒരു പോയിന്റ് മാസ് m ഇങ്ങനെ വെക്കുകയാണ്, മെല്ലെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, മെല്ലെ പ്ലേസ് ചെയ്തു. ഇവിടെ ഈ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം എന്താണ് ഒമേഗ എന്നാണ് ചോദ്യം. കുറച്ച് സമയത്ത് ഡിസ്കിൻ്റെയും മാസിൻ്റെയും ഒമേഗയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മളിത് ബേസിക്സ് ആയിട്ട് ചിന്തിക്കണം. ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മുടെ എന്താണ് ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യുന്ന കാര്യം നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം ബേസിക്സ് എന്തൊക്കെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അത് മാത്രമല്ല ഇൻഡിവിജ്വൽ ബോഡീസ്. നമുക്ക് ഇൻഡിവിജ്വൽ ബോഡിനെ പറ്റി ചിന്തിച്ച് നോക്കാം. ഇൻഡിവിജ്വൽ ബോഡിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ക് ഉണ്ട്. ആദ്യം ഇതാണ് നമ്മുടെ ഡിസ്ക്, പിന്നെ നമ്മുടെ ഇപ്പം വെച്ചിട്ടുള്ള ഈ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇതെല്ലാം ഹൊറിസോണ്ടൽ ഫ്ലോറിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടികളുടെ മുകളിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? പാർട്ടികളുടെ മുകളിൽ mg ഉണ്ട്, നോർമൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. ശരി, പിന്നെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ് അല്ലേ. ഫ്രിക്ഷൻ ഫോഴ്സാണ് അയാളുടെ പരം തന്നെ കൊണ്ടുപോകാൻ കാരണം. ഒബ്വിയസ്ലി ഫ്രിക്ഷൻ ഫോഴ്സാണ് അയാളെ ഈ പറഞ്ഞ ഡിസ്കിൻ്റെ പരം തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഫ്രിക്ഷൻ ഫോഴ്സാണ്. ഓക്കെ, പിന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് വേറൊരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനും ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ് ഇവിടെ ഇത് വേറെ ഫ്രിക്ഷൻ, ഇത് വേറെ ഫ്രിക്ഷൻ എന്ന് പറയാം, അല്ല സെയിം ഫ്രിക്ഷൻ ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഫ്രിക്ഷൻ ആയിക്കോട്ടെ, മേ ബി ഡിഫറെൻറ്റ് ഫ്രിക്ഷൻ ആവാം. ഓക്കെ, ഈ ഫ്രിക്ഷൻ ഫോഴ്സാണ് ഇയാളെ ഒരു സർക്കുലർ മോഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ പാർട്ടിക്കളുടെ മുകളിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ. ഓക്കെ, സോ ഈ പാർട്ടിക്കളുടെ മുകളിൽ ഓ അബൌട്ടായിട്ട് ടോർക്ക് ഉണ്ടോ ഇല്ലയോ? ഡെഫിനറ്റ്ലി ഉണ്ട്. പാർട്ടിക്കളുടെ ടോർക്ക് ഉണ്ട്, നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. സത്യമാണ്. ആരുടേത്? ഈ പറഞ്ഞ പാർട്ടിക്കളുടേത്. കാരണം എന്താ, r×f എന്തായാലും ഉണ്ട്, ടോർക്ക് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കൾക്ക് ടോർക്ക് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കൾക്ക് ടോർക്ക് ഉണ്ടെങ്കിൽ പാർട്ടിക്കളുടെ മൊമെൻറ്റം എന്തായാലും ആംഗുലർ മൊമെൻറ്റം എന്തായാലും ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കളുടെ ആംഗുലർ മൊമെൻറ്റം നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റില്ല. ശരി, ഇനി ഡിസ്കിൻ്റെ കേസ് ആണെങ്കിലോ? ഡിസ്കിൻ്റെ കേസ് ആണെങ്കിൽ അയാളുടെ മുകളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഡിസ്കിൻ്റെ മുകളിലും വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇയാളുടെ മുകളിൽ ഈ പാർട്ടിക്കളുടെ മുകളിൽ ഇതുപോലത്തെ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്കിൻ്റെ മുകളിലും ഇതേപോലത്തെ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യൂലേ? ഡെഫിനറ്റ്ലി ഡിസ്കിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അപ്പോൾ ഡിസ്കിൻ്റെ മുകളിൽ ഓന് അബൌട്ടായിട്ട് ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, r×f ഈ പറഞ്ഞ ഫ്രിക്ഷന്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡിസ്കിൻ്റെ മുകളിലും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്കിൻ്റെ മുകളിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ മുകളിലുള്ള ആംഗുലർ മൊമെൻറ്റ് നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസ്കിൻ്റെ മുകളിലുള്ള ആംഗുലർ മൊമെൻറ്റ് നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി ആരുടെ ആംഗുലർ മൊമെൻറ്റ് കൺസർവ് ചെയ്യാൻ പറ്റും? ആരുടെയും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കും അതേപോലെ ഈ പറഞ്ഞ പാർട്ടിക്കളും ഒരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് എടുക്കും. ഡിസ്കും പാർട്ടിക്കളും ഒരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് എടുക്കും നമ്മൾ. അങ്ങനെ ഇതൊരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിലുണ്ടാകുന്ന ഫോഴ്സസ്, ഇത് ഫ്രിക്ഷനൊക്കെ ആകെ ഫ്രിക്ഷനുള്ളൂ. mgയും നോർമൽ ആയിട്ട് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അവർ രണ്ടാളും എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിരുന്നു, പക്ഷേ അവർ രണ്ടാളും ക്യാൻസൽ ആയി പോയി. ഓക്കെ,
പിന്നെയുള്ള ആകെ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹിഞ്ച് ഫോഴ്സാണ്, ഹിഞ്ച് ഫോഴ്സ് NY, NX 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഫ്രിക്ഷൻ അവന്മാരൊക്കെ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സാണ്, അല്ല അവരൊക്കെ ഇൻറ്റേർണൽ ഫോഴ്സാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം ടോർക്ക് നമ്മൾ നോക്കുന്നില്ല, ശരി, കാരണം ഇത് കംപ്ലീറ്റ് സിസ്റ്റമായിട്ട്. എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം എന്താ ഉള്ളത്, ആകെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് NY ഉള്ളൂ ആക്ട് ചെയ്യുന്നത്, ബാക്കി MG നോർമൽ ക്യാൻസലായി. സോ അങ്ങനെ ആകുമ്പോൾ NYൻ്റെ മുകളിൽ എന്തെങ്കിലും ടോർക്ക് ഉണ്ട്, ഓയിൽ അബൌട്ട് ആയിട്ട് ഇല്ല. കാരണം എന്താണ്, ആ ഓൻ്റെ പോയിന്റിലൂടെ തന്നെയാണ് NY പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് എന്ന് പറയുന്ന സംഭവം ഇല്ല, 0 ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ടോർക്ക് ഫ്രം NY എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ടോർക്ക് അബൌട്ട് O ഈസ് 0 എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ആംഗുലർ മൊമെൻറ്റം ഓഫ് O ഈസ് കൺസേർവ്ഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ആംഗുലർ മൊമെൻറ്റം ഓഫ് O കൺസേർവ്ഡ് നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് എടുക്കും. ഏത് സിസ്റ്റം, ഈ പറഞ്ഞ ചങ്ങായും പാർട്ടിക്കിളും കൂടി, ഡിസ്കും പാർട്ടിക്കിളും ഒരുമിച്ച് ഒരു സിസ്റ്റമായിട്ട് എടുത്തിട്ട് നമ്മൾ ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ചെയ്യും. വിച്ച് പോയിന്റ്, O എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ട്. സോ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്, ഡെഫിനറ്റ്ലി ഇനീഷ്യൽ ഇയാൾക്ക് വെലോസിറ്റി ഒന്നുമില്ല, ആർക്ക്, നമ്മുടെ പാർട്ടിക്കിളിന് പ്രത്യേകിച്ച് വെലോസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, 0 ആണ്. അപ്പം ആകെയുള്ള മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കിൻ്റെ ആയിരുന്നു, ദാറ്റ് ഈസ് I ഇൻറ്റു ഒമേഗ, ദാറ്റ് ഈസ് M അല്ല I എന്ന് പറഞ്ഞാൽ mr²/2 -2/2 പ്ലസ് 0 ഈക്വൽ ടു ലാസ്റ്റ് എന്താണ്, ഇവർ രണ്ടാളും ഒരുമിച്ചായി, അല്ല ഒരുമിച്ചായി കഴിഞ്ഞാൽ എന്തോ പെർട്ടിക്കുലർ വെലോസ് എന്താ ഒമേഗ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരേ ഒമേഗയാണ്, കാരണം ഈ പറഞ്ഞ പാർട്ടിക്കിൾ ഈ പറഞ്ഞ ഡിസ്കിനെ പറഞ്ഞ തന്നെ മൂവ് ചെയ്യുന്നത്, അവിടെ രണ്ടുപേർക്കും ഒരേ ഒമേഗ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയാളുടെ mr²/2 ഇൻറ്റു ഒമേഗ ഫൈനൽ. ഓക്കെ, നമുക്ക് I ഒമേഗയാണ് മൊമെൻറ്റം, പ്ലസ് ഒരു പാർട്ടിക്കളുടെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കളുടെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് MV എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 ഒമേഗ ഫൈനൽ ഇൻറ്റു MVR, എന്ന ഡിസ്റ്റൻസ്, ആ ഒരു ആക്സസ് എന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് R. ഓക്കെ, സോ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഒമേഗ ഫൈനൽ കണ്ടെത്തുക, അത്രയുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ഇതുപോലത്തെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ട്, അയാൾ ആദ്യം ഇനീഷ്യലായിട്ട് ഒമേഗ നോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു ഡിസ്ക് ഞാൻ ഈ ഒരു ഡിസ്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ആ സമയത്ത് ലാസ്റ്റ് ഉണ്ടാകുന്ന രണ്ടുപേരുടെയും ഫൈനൽ ഒമേഗയാണ് ചോദ്യം, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടോർക്ക് അബൌട്ട് O ഈസ് 0 ആണ്. എന്ത് കാരണം, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം. ഓക്കെ, ഹിഞ്ച് ഫോഴ്സ് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ എന്താണ് ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O ഈസ് കൺസേർവ്ഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലായിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് I ഒമേഗ. സോ I ഒമേഗ നോട്ട്, മറ്റേ ആൾക്ക് ഇനീഷ്യലായിട്ട് വെലോസിറ്റി എന്താണ് ആംഗുലർ വെലോസിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, 0 ഇസ് ഈക്വൽ ടു ഫൈനൽ ഇയാളുടെ എത്രയായിരുന്നു, I ഒമേഗ എഫ് പ്ലസ് I ഒമേഗ എഫ്. രണ്ടുപേരും ഒരേ മൊമെൻറ്റം ഓഫ് ഇനേഴ്ഷ്യ, രണ്ടുപേരും ഒരേ സിമിലർ ഡിസ്ക് ആണ്, രണ്ടുപേർക്കും ഒരേ എന്താണ് ആംഗുലർ വെലോസിറ്റിയാണ്, കാരണം രണ്ടുപേരും ഒരേ ഒരുമിച്ച് തന്നെയാണ് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ പറയാം 2I ഒമേഗ എഫ് ഇസ് ഈക്വൽ ടു I ഒമേഗ നോട്ട്. സോ നമുക്ക് പറയാൻ പറ്റും പുതിയ ഒമേഗ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ഒമേഗ നോട്ടിൻ്റെ പകുതിയാണെന്ന് പറയാൻ പറ്റും. അതാണ് ആൻസർ. ഇനി വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡെഫിനറ്റ്ലി എന്താണ്, രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി മാറിയിട്ടുണ്ട്, അല്ലേ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാറിയിട്ടുണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാറാൻ കാരണക്കാരനായിട്ടുള്ള ആരാണ്, ഇവിടെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഡെഫിനറ്റ്ലി ഇല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. MG എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, MG നോർമൽ അവിടെ നിന്ന് ക്യാൻസൽ ആയി പോകുന്നുണ്ട്, അപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഹിഞ്ച് ഫോഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആരുണ്ടാക്കിയിട്ടുണ്ടാവുന്നത്, ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പം ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഹാഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് I ഒമേഗ സ്ക്വയർ എന്നാണ്, ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നാണ്. സോ ഹാഫ് I ഒമേഗ ഫൈനൽ നമ്മളിപ്പോൾ കണ്ടെത്തിയത് എത്രയായിരുന്നു, ഒമേഗ നോട്ട് ബൈ 2 ഹോൾ സ്ക്വയർ. അത് രണ്ട് പാർട്ടിക്കളും സെയിം ഒരേപോലെ തന്നെ അല്ലേ പോകുന്നത്, ഒരേ ഒമേഗയും ഒരേ I തന്നെ. സോ 2 ടൈംസ് മൈനസ് ഇനീഷ്യലായിട്ട് ഒരുത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹാഫ് ഒമേഗ നോട്ട് സ്ക്വയർ. ഓക്കെ, അതെന്ന് വെച്ച് നമുക്ക് ഉത്തരം കിട്ടും, കാരണം ആ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ തന്നെയാണ് കംപ്ലീറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യമാണ് എന്താണ്, ഒരു ഡിസ്ക് ഉണ്ട് ഒമേഗ നോട്ട്, അവിടെ ഒരു ഇയാളെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ഇവിടത്തേക്ക് എത്തുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഇവിടുന്ന് നടന്നിട്ട് ചങ്ങായി ഇവിടത്തേക്ക് എത്തുകയാണ് മെല്ലെ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒമേഗ ഫൈനലുള്ള വ്യത്യാസം, അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഇൻറ്റേർണൽ ഫോഴ്സാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ടോർക്ക് അബൌട്ട് O 0 ആണ്, കാരണം ആകെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ഫോഴ്സ്, അതിൻ്റെ ഹിഞ്ച് ഫോഴ്സും ടോർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർഡ് അബൌട്ട് ദ പോയിന്റ് O എന്ന് പറയാൻ പറ്റും. സോ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർഡ് അബൌട്ട് പോയിന്റ് O. സോ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ആംഗുലർ മൊമെൻറ്റ് കൺസേർവ് ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ I ഒമേഗ നോട്ട്. ഓക്കെ, പ്ലസ് ഇയാളുടെ എന്ന് പറഞ്ഞാൽ MV എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 6
ഒമേഗയാണ്, കാരണം ആർ ഒമേഗയാണ് വി എം വി ആർ. ഇനി ആറ് ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ഫൈനൽ എന്താണ്, ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒമേഗയൊന്നുമില്ല, കാരണം ഇയാൾ ഇടത്തിക്കാൻ ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, നടുക്കലല്ല, അപ്പോൾ അയാൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല നമുക്ക് 6 0 എന്ന് പറയാൻ പറ്റും, അതുകൊണ്ട് ഒമേഗയൊന്നുമില്ല. പ്ലസ് ഇയാൾക്ക് എന്തോരം ഫൈനൽ ഒമേഗ ഉണ്ട്, അത് അറിഞ്ഞുകൂടാ, ഐ ഒമേഗ ഫൈനൽ എന്ന് വിളിക്കാം. ഐ എന്ന് പറഞ്ഞാൽ mr²/2 കേട്ടോ. എന്നിട്ട് ഇവിടെ സിമ്പിളായിട്ട് ഐ എന്താ ഒമേഗ ഫൈനൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഇങ്ങനെ റെസ്റ്റിലുണ്ട് ഒരു ഇതിന് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റോഡ് റെസ്റ്റിലുണ്ട്. ഒരു എന്തോ പാർട്ടികൾ വന്നിട്ട് വി നോട്ട് ഇവിടെ അടിക്കുന്നു. ഓക്കെ, ഇതൊരു E0 ആൻഡ് ഇനലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ. മീൻസ് ഇവർ രണ്ടാളും ഒട്ടിപ്പിടിച്ച് ഒരുമിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലാസ്റ്റുള്ള ഫൈനലായിട്ടുള്ള ഒമേഗയാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയൊക്കെയാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ പറ്റുക, അപ്പം എവിടെയൊക്കെയാണ് ടോർക്ക് 0 എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊരു ഹൊറിസോണ്ടൽ ഫ്ലോറാണുള്ളത്, ആ കാര്യം മനസ്സിലാക്കുക. ഹൊറിസോണ്ടൽ ഫ്ലോറിലാണ്, ഫ്രിക്ഷൻലെസ് ഫ്ലോറാണ്. ഓക്കെ, സോ ഇവിടെയുള്ള ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് mg നോർമൽ അങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, വേറെ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ എക്സ്റ്റേണൽ ആയിട്ട്? ഇല്ല. എന്താ NY ആക്ട് ചെയ്യുന്നുണ്ട്, NY ഹിഞ്ച് ഫോഴ്സ്. ആ ഹിഞ്ച് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹിഞ്ച് ഫോഴ്സ് കാരണം ഓല് ഒരു ടോർക്കും ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ടോർക്ക് അബൌട്ട് O 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആംഗുലർ മൊമെൻറ്റം ക്യാൻ ബി കൺസേർവ്ഡ് അബൌട്ട് ദി പോയിന്റ് O, റൈറ്റ്. സോ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും MVL ഇയാളുടേത് അല്ലേ, MVL. കാരണം എന്താ ഇവിടെ എന്താ വെലോസിറ്റി ലൈനും അതേപോലെ O തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് L. സോ MV0L പ്ലസ് ഇനീഷ്യലി ഇയാൾക്ക് ഒമേഗ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇസ് ഈക്വൽ ടു ഫൈനലി ഇയാൾക്ക് എന്തെങ്കിലും ഒമേഗ ഉണ്ടാവും, ദാറ്റ് ഈസ് ML²/3 ഇൻറ്റു ഒമേഗ ഫൈനൽ പ്ലസ് ഇയാൾക്കോ MVR അല്ലേ. അപ്പം M ഇൻറ്റു ഒമേഗ ഫൈനൽ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എന്താണ് L. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ R ഒമേഗ എന്നല്ല, സോ L ഇൻറ്റു ഒമേഗ ഫൈനൽ ഇൻറ്റു L MVR കറക്റ്റ്. കാരണം പാർട്ടിക്കളുടെ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ MVR അല്ലെങ്കിൽ R ക്രോസ് MV എന്ന ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ MV പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ MR പെർപെൻഡിക്കുലർ ഇൻറ്റു V, ആ രീതിയിലൊക്കെ പറയാം. അതേപോലെ പക്ഷേ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് I ഒമേഗ എന്ന ഫോർമാറ്റിലേക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതിന് ഇവിടെ പ്രസൻറ്റ് ലാസ്റ്റ് എന്താ ഒമേഗ ഫൈനൽ കണ്ടെത്താം, അത്രേ ഉള്ളൂ. ഇനി അത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കുലർ പ്ലെയിനിലാണ്, ദാറ്റ് മീൻസ് അടിയിൽ G ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ G ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പറയും ഓക്കെ ഫൈൻ, നേരത്തെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഒമേഗ ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യം G ആക്ട് ചെയ്യുന്നുണ്ട്, G പറഞ്ഞ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ പറഞ്ഞ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ ഒരു ടോർക്ക് ഉണ്ടാവും ഈ ബോഡിക്ക്. ഇയാൾക്കൊരു ടോർക്ക് ഉണ്ടാവില്ല, കാരണം ഓല് അബൌട്ട് ആയിട്ട് തന്നെ പോകുന്ന ഒരു ലൈനാണ്. ബിക്കോസ് ആറും ആ പറഞ്ഞ ഫോഴ്സും തമ്മിൽ 0 ഡിഗ്രി ആംഗിളാണ്. സോ ദാറ്റ് മീൻസ് R ക്രോസ് F ദാറ്റ് 0. സോ ടോർക്ക് അബൌട്ട് O ബൈ G എന്ന് പറഞ്ഞാൽ അത് 0 ആണ്, MG എന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷേ ഇയാളുടെ മുകളിൽ ടോർക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഈ സിസ്റ്റത്തിനോട് കംപ്ലീറ്റ് ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് ആയിട്ട് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവും. പക്ഷേ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ MG എന്ന് പറഞ്ഞാൽ അതൊരു ലേസി ഫോഴ്സ് ആണ്, അതെന്ന് പറഞ്ഞാൽ നോൺ ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ടൈം ഇൻ്റർവെൽ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പറഞ്ഞ MG എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കൂല, ആംഗുലർ മൊമെൻറ്റത്തിന് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കൂല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് ബിഫോർ കൊളീഷൻ ഈ പറഞ്ഞ റോഡ് ഈ പറഞ്ഞ ബോളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു അബൌട്ട് O ആട്ടോ, അബൌട്ട് O ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ ഉത്തരം ഒമേഗ ഫൈനൽ കിട്ടാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് ML ഇങ്ങനെ ഒരു ഇതുണ്ട്, നേരെ പോയിട്ട് ഇയാൾ പോയി അടിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഇത് എന്താണ് പെർഫെക്റ്റ് ഇനാലാസ്റ്റിക് കൊളീഷൻ ഒന്നുമല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു എന്താ ഒമേഗ വെലോസിറ്റി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു V1 എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടാവും. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആൾക്കാരെ ഇയാളുടെ വെലോസിറ്റി ഈ ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, മേ ബി ചിലപ്പം ലെഫ്റ്റ് ഔട്ട് ആവും, നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മുടെ എപ്പോഴത്തേക്കും ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O കൺസർവ് ചെയ്യാം. നേരത്തെ കാര്യങ്ങൾ ടോർക്ക് 0 ആണ്, അബൌട്ട് O അബൌട്ട് 0 ആണ്, അതുകൊണ്ട് നമുക്ക് ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O കൺസർവ് ചെയ്യാൻ പറ്റും. അഥവാ G ഉണ്ടെങ്കിൽ പോലും G ഇസ് എ നോൺ ഇൻപൾസീവ് ഫോഴ്സ്, അതാണ് ആംഗുലർ മൊമെൻറ്റത്തിന് ഒരു ചെറിയ പർട്ടിക്കുലർ ടൈമിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, അത് MV0 ഇൻറ്റു L, ഇയാൾക്ക് ഇനീഷ്യൽ ഒമേഗയൊന്നുമില്ല, പ്ലസ് 0 ഇസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ML²/3 ഇൻറ്റു ഒമേഗ പ്ലസ് ഇയാളുടേത് ML ഒമേഗ ഇൻറ്റു L എന്ന് പറയാൻ പറ്റും. കറക്റ്റ് അല്ലേ? ലാസ്റ്റ് ഫൈനൽ വെലോസിറ്റി അറിയില്ല അല്ലേ, ഒട്ടിപ്പിടിക്കുന്നതല്ലല്ലോ കഥ. അപ്പം ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എത്രയാണ്, V1, അത് ഇവിടെ ഗിവൺ ആണ്, അത് കണ്ടെത്തണം. V1 അറിഞ്ഞുകൂടാ, L. അപ്പം ഇനി എന്താ ചെയ്യുക, ഇവിടെ 2
എന്താണ് നമുക്ക് എം അറിയാം, ഒമേഗ അറിഞ്ഞുകൂടാ, അതേപോലെ വി വൺ അറിഞ്ഞുകൂടാ. പക്ഷേ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക, ഒരു ഇക്വേഷനിൽ നമുക്ക് രണ്ട് അൺനോൺ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യും, അപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവിടെ കൊളൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ലൈൻ നമ്മളിൻ്റെ വളരെ കൊളീഷൻ്റെ സമയത്ത് നമ്മൾ ഈ ലൈൻ എന്താ വിളിക്കൽ, ലൈൻ ഓഫ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളീഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈയുടെ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഈയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി അപ്രോച്ച് ആണ്. സോ വെലോസിറ്റി സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടികൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഈ പറഞ്ഞ പോയിന്റ്, ഈ പറഞ്ഞ റോഡിൻ്റെ ഈ പോയിന്റും അതേപോലെ ഈ പറഞ്ഞ പാർട്ടികളും കൊളൈഡ് ചെയ്യുന്നത് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റോഡിൻ്റെ ഈ പോയിന്റ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അയാളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലാസ്റ്റ് അയാൾക്ക് ഒരു ഒമേഗ കിട്ടിയല്ലോ. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എൽ, സോ വി ഈക്വൽ ടു ആർ ഒമേഗ, സോ എൽ ഒമേഗ, സോ എൽ ഒമേഗ മൈനസ് വി വൺ, അല്ലെങ്കിൽ വി വൺ മൈനസ് എൽ ഒമേഗ എന്ന് എഴുതാം, നമുക്കറിയില്ല ഏതാ വലുതെന്ന് അറിയില്ല, ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 0 ആണ് വെലോസിറ്റി, ഇയാൾക്കാണെങ്കിൽ വി നോട്ട്, സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി നോട്ട് ദാറ്റ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഒമേഗ കണ്ടെത്താൻ പറ്റും, വി വൺ കണ്ടെത്താൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ.